ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ 12 ആണ് സൂചി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീരെ കനം കുറഞ്ഞ സൂചിയാണ്. മിഷ്യൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. രണ്ടെണ്ണം എടുത്തിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. 3 മുത്തിൽ കൂടുതലെടുത്ത് ചെയ്യാൻ പാടില്ല, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ബാക്ക് സ്റ്റിച്ച് പോലെയാണ് നമ്മളിവിടെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ചിനായിട്ട് ഞാൻ കുറച്ച് നീക്കിയിട്ട് സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 മുത്തുകൾ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇനി നമ്മൾ ആ മുത്ത് കിടക്കാൻ പാകത്തിന് നമ്മളെടുത്ത് നോക്കിയിട്ട് വേണം താഴെ ബാക്കിലേക്ക് നമുക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവണം നമ്മൾ രണ്ടാമത്തത് കുത്തി കൊടുക്കുമ്പോൾ താഴേക്ക്. ഇനി നമ്മൾ രണ്ടാമത്തെ മുത്തുകൾ കോർക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് കുറച്ച് നീക്കിയിട്ട് സൂചി പൊന്തിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും 3 മുത്തുകൾ കോർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 3 മുത്തുകൾ കോർത്ത് വെച്ചിട്ടില്ലേ, അതിൽ ആദ്യത്തെ മുത്തിലൂടെ നമ്മളിനി സൂചി ഒന്ന് കോർത്ത് കൊടുക്കാം. അതിനുശേഷം താഴേക്ക് കുത്തി ഇറക്കാം. എന്നാലത് കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു മുത്തിനകത്ത് കോർത്ത് കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ 2 മുത്തിൻ്റെ ഇടയിലൂടെ കോർത്തിട്ട് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്നാമത്തെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കാണിക്കുകയാണ്. സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 ഷുഗർ ബീഡുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പല നിറത്തിലും ഷുഗർ ബീഡ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേറൊരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. അതായത് ഇതിപ്പോൾ ഒരു മുത്തിൻ്റെ ഇടയിലൂടെയാണ് കോർത്തെടുത്ത് താഴേക്ക് ഇറക്കി കൊടുത്തത്. നമുക്ക് 2 മുത്തിൻ്റെ ഇടയിലൂടെ കോർത്തെടുക്കുമ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും കിട്ടുക. അതും കൂടി ഒന്ന് ചെയ്ത് കാണിക്കാനായിട്ട് ഇതുപോലെ 2 മുത്തിൻ്റെ ഇടയിലൂടെ സൂചി കോർത്തിട്ട് അടിയിലേക്ക് തന്നെ സൂചി ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഫുള്ളായിട്ട് അറ്റം വരെ ചെയ്തിട്ട് കാണാം കേട്ടോ. അറ്റം വരെ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ സൂചി ഇറക്കിയതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കെട്ടിടുന്നത് സാധാരണ എല്ലാ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ കെട്ടിടണ പോലെ തന്നെയാണ് ഇത് നമ്മൾ കെട്ടിടുന്നത്. കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കോട്ടൺ തുണിയിലായിരുന്നു നല്ല നേരെയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നെറ്റിൻ്റെ തുണിയിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് നേരെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2 നൂല് സൂചിയിൽ കോർത്ത് കെട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിലേക്ക് സൂചി ഒന്ന് പൊന്തിച്ചെടുക്കേണ്ട. അതിനുശേഷം ആ 3 മുത്തുകളുടെ ഇടയിലൂടെ സൂചി കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3 മുത്തുകളുടെ ഇടയിൽ കൂടെ തന്നെ രണ്ടാമത് കോർത്തെടുക്കാൻ പോവേണ്ട. രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മുത്തുകൾ തുടങ്ങി അപ്പുറത്ത് നമ്മൾ അവസാനിച്ച മുത്തുകൾ വരെ കറക്റ്റായിട്ട് നമ്മൾ ഓരോ മുത്തിൻ്റെ ഇടയിലൂടെയും സൂചി കോർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ നേരെ തന്നെ സ്റ്റിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഷുഗർ ബീഡിൻ്റെ വർക്കുകൾ. നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഓരോ മുത്തും കറക്റ്റായിട്ട് കൊള്ളണം കേട്ടോ. ഒരു മുത്ത് അതിൻ്റെ ഉള്ളിൽ കോർത്ത് എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴേക്ക് ഇറക്കി കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോട്ടീഫിനകത്തൊരു ഡിസൈൻ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കൈകൊണ്ട് വരച്ച ചിത്രം കേട്ടോ. ഏത് ചിത്രത്തിനകത്ത് വേണമെങ്കിലും നമ്മൾ ഷുഗർ ബീഡ് വെച്ച് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. 3 മുത്തുകൾ എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് പോലെ ചെയ്ത് നമ്മൾ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബാക്ക് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ട് സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് പൊന്തിച്ചെടുക്കില്ല. അങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത 3 മുത്തുവിൻ്റെ ആദ്യത്തെ മുത്തിലൂടെ നമ്മൾ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് ഉറപ്പായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചുണ്ടിൻ്റെ ഭാഗമായാണ് ഞാൻ അതുപോലെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് പോലെ ബാക്കിയുള്ളതൊക്കെ ഇനി ചെയ്തെടുക്കാം. പല കളർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഈ ഒരു കളർ വെച്ചിട്ടാണ് ചെയ്തെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൂ. ഇതിൻ്റെ ഇടയിലൂടെ വീണ്ടും ഞാൻ കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നൂല്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.